ഇടുക്കി നെടുങ്കണ്ടത്ത് രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തിയതിൽ ദുരൂഹത വർദ്ധിക്കുന്നു. പ്രതിയെന്ന് സംശയിക്കുന്ന സജി വീട്ടിലെ സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് നാട്ടുകാർക്ക് സംശയം തോന്നിയത് എന്ന് സഹോദരി സിനി പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് എത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന റെജി കടന്നുകളയുകയും ചെയ്തു. പിതാവ് മാത്യുവിന്റെ തിരോധാനത്തിലും അന്വേഷണം വേണമെന്ന് സിനി പറഞ്ഞു. ഒരു പെണ്ണ് വീട്ടിൽ ചെന്നായിരുന്നു. അപ്പോൾ ചോദിച്ചു അമ്മ എന്തെന്ന് ചോദിച്ചപ്പോൾ അമ്മയും കൊണ്ട് തേനി മെഡിക്കൽ കോളേജിൽ പോയെന്ന് പറഞ്ഞിട്ട് ആൻറ്റി വിളിച്ചു പറഞ്ഞു അമ്മ എൻ്റെ അടുത്താണ്. സാർമാർ അവിടുന്ന് പരായിട്ട് അനുസരിച്ച് രാത്രിയിൽ ചെന്നപ്പോഴത്തേക്കും രാത്രിയായില്ല, ഒരു സന്ധ്യാകാറായി. ആ സമയമായപ്പോഴത്തേക്ക് ഇവൻ അവരെ വണ്ടി അവിടെ വരുന്ന കണ്ടിട്ട് ഇവൻ ഇറങ്ങി ഓടി ബാഗും കൊണ്ട് മണ്ടയിലേക്ക് ഓടിയെന്നാണ് പറഞ്ഞത്. ആ സമയം ഞങ്ങൾ സ്റ്റേഷനിൽ നിൽക്കുക. ഒരു മാസത്തോളം അച്ഛൻ അന്വേഷണം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പപ്പിമാരെല്ലാവരും അന്വേഷിച്ചായിരുന്നു. പിന്നെ അച്ഛൻ്റെ ആനിയൻ ജമ്മു കാശ്മീരില്ല അവിടെ വരെ എല്ലായിടത്തും അന്വേഷണം പോയായിരുന്നു. ഈ ചൊടിക്കടി വെക്കുന്ന സാധനമൊക്കെ വെച്ച് ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവർ തമ്മിൽ വഴക്ക് പിടിക്കാൻ അച്ഛൻ വഴക്കൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതുകൊണ്ട് അതും ഒരു ദുരൂഹതയുടെ ഗതിയിലിരിക്കുന്നു. അതും ഈ കൂടെ അന്വേഷിക്കുന്നുണ്ട്. ഒളിവിൽ പോയ റെജിയുടെ സഹോദരൻ സജിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ജോയ്മോൻ ജോസ് വിവരങ്ങളുമായി ചേരുകയാണ്. ജോയ്മോൻ, ആടിമുടി ദുരൂഹതയാണ് ഈ കേസിലും സംഭവത്തിലും എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഈ ദുരൂഹത ചുരുളഴിക്കാനുള്ള ശ്രമത്തിലുമാണ്. ഇപ്പോൾ അന്വേഷണം എവിടം വരെ എത്തി? എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള വിവരങ്ങൾ? സ്വാതി, അടിമുടി ദുരൂഹതയാണ് ഈ കേസിൽ ആദ്യം മുതൽ. നമുക്കറിയാം, ഇന്നലെയാണ് ഇത്തരത്തിൽ 2 മൃതദേഹങ്ങൾ പോലീസ് അന്വേഷണത്തിൽ ലഭിക്കുന്നത്. പിന്നാലെ ഇത് ഈ കാണാതായ മേരിക്കുട്ടിയുടെയും അതുപോലെ തന്നെ റെജിയുടെയും എന്നൊരു വിലയിരുത്തലിലെ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. അപ്പോൾ ഇന്നായാലും ഇപ്പോൾ ഈ 2 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റെജിയുടെ സഹോദരി സിനി ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ സിനി അല്പം മുമ്പാണ് നമ്മളോട് പ്രതികരിച്ചത്. അപ്പോൾ അത്തരത്തിൽ നടത്തിയ പ്രതികരണത്തിലാണ് ഈ ദുരൂഹതകൾ വീണ്ടും ആരോപിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ സഹോദരിയായ സിനി പറയുന്നത് ഇവരുടെ പിതാവിൻ്റെ മരണത്തിലും തിരോധാനത്തിലും ഒരു പുനരന്വേഷണം വേണമെന്ന ആവശ്യമാണ് ശക്തമായി ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതായത് സജിയും അതുപോലെ തന്നെ ഇവരുടെ പിതാവും തമ്മിൽ മുൻപ് ചില വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് സജി സ്ഥിരമായി മദ്യപിക്കാറുണ്ട്. അതുപോലെ മദ്യപിച്ച് സജിയും റജിയും തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഇവർ സജിയും പിതാവും തമ്മിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ സജി പിതാവിനെ അപായപ്പെടുത്തിയതാകാം എന്നൊരു സംശയം കൂടിയാണ് സഹോദരി പറഞ്ഞു വെക്കുന്നത്. അതേപോലെ തന്നെ ഈ കേസിലായാലും നമുക്കറിയാം, ഇന്നലെ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ആദ്യമായി ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ സജി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനുശേഷം പോലീസ് പ്രാഥമികമായ പരിശോധന നടത്തി തിരികെ മടങ്ങിപ്പോയി. അതിനുശേഷം പോലീസ് തിരികെ എത്തിയപ്പോൾ വൈകിട്ടോടുകൂടി തിരികെ എത്തുമ്പോൾ സജി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നെന്നാണ് ഈ സഹോദരിയായ സിനി പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഈ 1 മാസത്തോളമായി ഇവരെ രണ്ടുപേരെയും കാണാനില്ലായിരുന്നിട്ടും ഈ സഹോദരങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളെയോ നാട്ടുകാരെയോ ഒന്നും സജി യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ധരിപ്പിച്ചിരുന്നില്ല. നാട്ടുകാരോടൊക്കെ പറഞ്ഞു വെച്ചിരുന്നത് തന്നെ ഈ അമ്മയും സഹോദരനും ഒക്കെ പലയിടങ്ങളിലായിട്ട്, അതായത് സഹോദരൻ തേനിയിൽ ചികിത്സയ്ക്കായി പോയി, അതുപോലെ തന്നെ അമ്മയും സഹോദരിയുടെ അടുത്താണ്, അതായത് ഈ സിനിയുടെ അടുത്താണ് അമ്മയുള്ളതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജി പറയുകയുണ്ടായി. ഇതിൽ തോന്നിയൊരു സംശയം, നാട്ടുകാർക്ക് തോന്നിയ സംശയം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പുരയിടത്തിലെ ഏലം ഉൾപ്പെടെയുള്ള കുരുമുളക് ഉൾപ്പെടെയുള്ള ഈ കൃഷിയുടെ വിളവുകൾ. ഈ വിളവുകളൊക്കെ സാധാരണ രീതിയിൽ ഈ മാർക്കറ്റിൽ കൊണ്ടുപോയി കച്ചവടം നടത്തിയിരുന്നത് മൂത്ത സഹോദരനായ റെജി ആയിരുന്നു. പക്ഷേ ഈ റെജിയുടെ തിരോധാനത്തിന് ശേഷം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി സജിയാണ് ഇത്തരത്തിൽ ഈ സാധനങ്ങളുമായി ചന്തയിലെത്തുന്നതും ഇത് വിൽപ്പന നടത്തുന്നതും. അപ്പോൾ ഇത്തരത്തിൽ അതിൽ വന്നൊരു മാറ്റം, അതായത് സജി പതിവില്ലാണ്ട് ഈ ജോയ്മോൻ പറയുന്നത് പോലെ തന്നെ ഇത് ഒരുപാട് ദുരൂഹതയുണ്ട്. റെജി എവിടെ പോയി, സജി എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇതെല്ലാം പോലീസ് അന്വേഷണ പരിധിയിലാണ് എന്നുള്ളതാണ്. അടിമുടി ദുരൂഹതയാണ്. കാര്യങ്ങൾ കൂടുതൽ ഇവരെയൊക്കെ കണ്ടെത്തിയാൽ മാത്രമേ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അടക്കം അറിയാൻ സാധിക്കുകയുള്ളൂ.